കാല് വയ്യാതെ ഇയാൾ എങ്ങനെ മല കയറുന്ന എനിക്ക് മനസ്സിലാവാത്ത. എങ്ങനെയെങ്കിലും കയറട്ടെ. ഇത്തവണത്തെ മലകയറ്റം കഠിനമായിരിക്കുന്നു മേഘേട്ടൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞു എന്ന് കരുതി ഒന്നും നടക്കണമെന്നില്ല മോളെ. ഇപ്പൊ എല്ലാവരുടെയും പറച്ചില് മാത്രമേ ഉള്ളൂ. എല്ലാം കഴിയുമ്പോ പറയുന്നവര് തന്നെയാ ഹോസ്പിറ്റലാവുന്നതും ജയിലിലാവുന്നതും ഒക്കെ. മല കയറുന്ന ആൾക്ക് തുണയായിട്ട് മാർക്കോയോ അവന്റെ കൂട്ടുകാരനൊക്കെ പോകുന്നുണ്ടല്ലോ. മേഘേട്ടനും എന്റെ അച്ഛനും പറയുന്ന പോലെ ആദ്യം മാർക്കോ വീഴണം, എങ്കിലേ മറ്റുള്ളവരെ വീഴ്ത്താൻ പറ്റൂ. രാവിലെ ഒരുത്തൻ മലയ്ക്ക് പോകുന്ന ദിവസമായിട്ട് ഏതോ അമ്പലത്തിൽ തൊഴാനായിട്ട് പോയിരിക്കുക. അയാളുടെ കാലിന് സ്വാധീനം വന്നു കാണോ? എന്റെ മോളെ, മല കയറി അയ്യപ്പസ്വാമിയുടെ ദർശനം നടത്തിയ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് ആ മണ്ടൻ തോമസ് വൈദ്യം പറഞ്ഞു കാണും. അയാൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ദൈവത്തെ കൊണ്ട് ചെയ്യിപ്പിക്കാനാ നോക്കുന്നേ. അങ്ങേര് മണ്ടനൊന്നുമല്ല. മുൻപ് മരുന്നിൽ വിഷം കലർത്തിയതുകൊണ്ടാണ് ഏട്ടൻ നടക്കാത്തതെന്ന് അയാൾ ഒറ്റയടി കണ്ടുപിടിച്ചില്ലേ? അത് ശരിയാ. അതുമാത്രമാണോ? കണ്ണേട്ടൻ എന്തെങ്കിലും പുരോഗതി ഇല്ലാതെ ഇടയ്ക്കിങ്ങനെ തോമസ് വൈദ്യന്റെ അടുത്തോട്ട് പോവില്ല. ഇടതുകാലം ഇപ്പൊ ചലിക്കുകയാണെന്നും പറയുന്നു, ചലിക്കുന്നില്ല എന്നും പറയുന്നു. നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോ ചലിക്കുന്നില്ല. അത് ശരിക്കും ഞാൻ ചലിക്കുന്നത് കണ്ടതാ. അത് മേഘനും കണ്ടെന്ന് പറയുന്നല്ലോ. അപ്പൊ ഈ കാണിക്കുന്നതൊക്കെ അയാളുടെ അഭിനയായിരിക്കോ? അതാ മനസ്സിലാവാത്തത്. നടക്കാതിരുന്നിട്ട് ഈ പാട്. അപ്പൊ ഇനി അയാൾ നടന്നൂടി തുടങ്ങിയാലോ? നടന്നു തുടങ്ങിക്കഴിഞ്ഞാ മഹാലക്ഷ്മിയുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും. അവൾക്ക് കുഞ്ഞുങ്ങളും ജനിക്കും. അപ്പൊ പിന്നെ മരിക്കുന്നതാ നല്ലത്. അയ്യപ്പാ, പ്രതാപ, കൊറേ നേരമായിട്ട് ഏതാണ്ടൊക്കെ ആലോചിച്ച് കൂട്ടുമല്ലേ. ദാ ഈ മോര് കുടിക്ക്, തലയൊന്ന് തണുക്കട്ടെ. പിടിക്കടാ. അല്ലമ്മേ, ജന്മമാസം അവനെ താണ്ടി പോകത്തില്ലെന്നാ പറഞ്ഞത്. എന്നിട്ടും അവൻ അത് ഒരുമാതിരിയൊക്കെ ഒപ്പിച്ചെടുത്തു. ഇനിയിപ്പോ അവൻ ശബരിമലയ്ക്ക് പോവാ. അയ്യപ്പസ്വാമി കഴിഞ്ഞിട്ട് ഇനി അവൻ തിരിച്ചു വന്ന് വീണ്ടും തോമസ് വൈദ്യന്റെ വീട്ടിലേക്ക് പോകുമ്പോ അവന്റെ കാലിന്റെ ചലനശേഷി കിട്ടില്ലേ അമ്മേ? ഏയ്, അത് മാത്രം നടക്കത്തില്ല എന്റെ പ്രതാപ. അതുകൊണ്ടാണ് ബാക്കി ഭാഗ്യമൊക്കെ ലക്ഷ്മിക്ക് കിട്ടിയത്. അല്ലമ്മേ, അന്ന് പോയ ആ അയ്യപ്പ ക്ഷേത്രത്തിലോട്ട് നമുക്ക് ഒന്നുകൂടെ പോയാലോ? ആ, പോകുന്നതിൽ തെറ്റൊന്നുമില്ല. ഈ മണ്ഡലകാലം കഴിയുന്നത് വരെ അയ്യപ്പനെ ഒന്ന് മുറുകെ പിടിക്കുന്നത് നല്ലതാ. മലയ്ക്ക് പോകുന്നവൻ മടങ്ങി വരായിരുന്ന അത്രയും നല്ലതല്ലേ അമ്മേ? എടാ, പക്ഷേ കൂടെ പോകുന്ന വേറെ ആളുകളുണ്ട്. അവരെങ്ങനെയെങ്കിലും ഒക്കെ വലിച്ചവനെ മുകളിലോട്ട് കൊണ്ടുപോകും, എന്നിട്ട് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരും. ആ ക്ഷേത്രത്തിലെ പൂജാരിയെ നമുക്ക് ഒന്നുകൂടെ ചാക്കിട്ടാലോ? എന്നാ ഇപ്പൊ തന്നെ അതിന് പറ്റിയൊരു ചാക്ക് നീ കണ്ടുവയ്ക്ക്. എന്നിട്ട് അവിടെ ചെന്നിട്ട് അയാളെ നേരെ ചാക്കിലാക്കി നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അമ്മേ, അമ്മേ, എന്തിനാ അമ്മേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എങ്ങനെങ്കിലും അവന്റെ അവളുടെയും നാശം ഒന്ന് കണ്ടാ മതി എനിക്ക്. എന്റെ പ്രതീക്ഷയെല്ലാം പോയടാ പ്രതാപ. ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്ന മാർക്കോയെ ഒരു മനുഷ്യജീവിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ ഏതോ അന്യഗ്രഹത്തിൽ നിന്ന് വന്നവനാടാ. അവനെ പോലും ഒരുത്ത ഇല്ലായിരുന്നെങ്കിൽ കണ്ണനും കാണത്തില്ലായിരുന്നു, ലക്ഷ്മിയും കാണത്തില്ലായിരുന്നു. പക്ഷെ ഉണ്ടായി പോയല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എടാ, നീ അന്ന് ഗുണ്ടകളെ വിട്ട് ലക്ഷ്മിയെ തട്ടിക്കൊണ്ടുപോയത് അവൻ അറിഞ്ഞിട്ടേ നിന്നെ വിളിച്ച് പറയാനുള്ളതൊക്കെ പറഞ്ഞല്ലോ. അതിനുശേഷം നീയും അവനും തമ്മിൽ കണ്ടിട്ടില്ലല്ലോ. എന്റെ ഭാഗ്യത്തിന് കണ്ടിട്ടില്ല. ആ, കാണാഞ്ഞത് നന്നായി. അല്ലെങ്കിലേ അവൻ നിന്നെ കാലേ വാരി നിലത്ത് കുത്തിയാനെ. ആ, എന്നാ പിന്നെ വൈകിട്ടെ നമുക്ക് നേരെ അയ്യപ്പന്റെ അമ്പലത്തിലേക്ക് പോകാം. അല്ലെങ്കിലേ നമ്മുടെയൊക്കെ നാശത്തിന് വേണ്ടി ജനിച്ചവള് അയ്യപ്പന്റെ അടുത്ത് പ്രാർത്ഥനയോട് പ്രാർത്ഥനയായിരിക്കും. അവക്ക് പിന്നെ അമ്പലത്തിലോട്ടൊന്നും പോകണ്ടല്ലോ. ശക്തിയുള്ളൊരു വിഗ്രഹം അവളുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ അവളുടെ ശത്രുക്കളെ അയ്യപ്പൻ ശിക്ഷിക്കാതിരിക്കാൻ നമ്മള് ഇടയ്ക്കിടയ്ക്ക് അവിടെ വരെ ഒന്ന് പോകുന്നത് നല്ലതാണ്. ആ മാർക്കോയും അയ്യപ്പ വിഗ്രഹവും അവന്റെ അവളുടെ അടുത്ത് ഒന്നും പോകാതെ നമ്മുടെ ആഗ്രഹം ഒന്നും നടക്കില്ലടാ. അത് അനുഭവത്തിലൂടെ ഞാനും നീയും ഒക്കെ പഠിച്ച കാര്യല്ലേ.
അയ്യപ്പാ, സന്നിധാനത്ത് വരുന്ന കണ്ണനെ തിരിച്ചയക്കാതിരിക്കാൻ നീ ഒന്ന് കനിയണേ.